വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പവിഴം വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഫേസ് പാക്ക് ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫേസ് പാക്ക്. ഞാനത് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക, കാപ്പിപ്പൊടി. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഹണി തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അതിനുശേഷം ഒരു തക്കാളി എടുത്തു, അത് പകുതിയായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രം അതിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ഞാൻ ഈ ഒരു പാക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തേൻ ഒഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ അതിലേക്ക് ഈ ടൊമാറ്റോൻ്റെ ചെറിയ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലേക്ക് ആകും കേട്ടോ. ഈ ഒരു ടൈപ്പിലേക്ക് ആകും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് അത് ഒഴുകുകയൊക്കെ ചെയ്യും. പെട്ടെന്ന് ഡ്രൈ ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈപ്പിൽ ആ ഒരു അളവിൽ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേയായിട്ട് ഞാൻ എൻ്റെ ഹെയർ എല്ലാം ഒന്ന് ടൈ ചെയ്യട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ ഹെയർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രഷ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണ്. ഓക്കെ, അപ്പം ഞാനത് നെക്കിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫേസ് മാത്രം അല്ലല്ലോ, നമുക്ക് നമ്മുടെ നെക്കിലേക്കും കൂടെ ഒരു ഡിഫറൻസ് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ വേറെ ഒന്നായി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ഭാഗത്തേക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ക്ഷമയുള്ള ആൾക്കാർ കാണുക, കാരണം ക്ഷമയില്ലാത്ത ആൾക്കാർ ഇതൊക്കെ വേഗം പോയിട്ട് ഓടിപ്പോയി കഴുകിക്കളയും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ. നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാട്ടോ. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. ഓപ്ഷണലാണ്. ഞാൻ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല. നോർമൽ വാട്ടറിൽ വെറുതെ വാഷ് ചെയ്യാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ നമ്മുടെ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ നിർബന്ധം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് ഹാഷായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഭയങ്കര ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുള്ളൂ. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം, വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഡ്രൈ ആയതുപോലെ തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹണി ഇല്ലേ, അത് 100% നാച്ചുറലാണ്. വേറെ ഒന്നല്ല, എൻ്റെ അമ്മേൻ്റെ അമ്മ, അതായത് അമ്മമ്മ, അവരവരുടെ വീട്ടിൽ തേനീച്ച കൃഷി നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം തേനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് വയനാട്ടിൽ പാപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൃഷി വരുന്നത്, ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതെൻ്റെ ഫേസിൽ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാഷ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഫേസ് എല്ലാം വാഷ് ചെയ്തു കേട്ടോ. എനിക്കിത് കണ്ടിട്ട് എന്താ പറയുക, പെട്ടെന്നൊരു ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈം അല്ല, ഞാനിത് പല പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഫേസ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. കണ്ടോ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ഈ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുക്കാനുള്ള ക്രീമല്ല ഇത്. അതാദ്യം മനസ്സിലാക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്സെറ്റ് ആവുള്ളൂ. കാരണം പെട്ടെന്ന് ബ്രൈറ്റൺ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ സീരിയസ്ലി നിങ്ങൾ അപ്സെറ്റ് ആവും. കാരണം പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് അല്ല ഇത് തരുന്നത്. നമ്മൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month എങ്കിലും നിങ്ങളിത് കറക്റ്റ് യൂസ് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് നല്ലതാണ്. മാത്രമല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നാച്ചുറൽ ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റനിങ് കിട്ടുന്ന ക്രീമുകളൊക്കെ യൂസ് ചെയ്യാനാണ് എങ്കിൽ പെട്ടെന്ന് ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം, ബ്രൈറ്റനിങ് ഉണ്ടാകും. പക്ഷേ അത് ഒന്ന് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ആവും. നമ്മുടെ ഈ ബ്രൈറ്റനിങ്ങും കാര്യങ്ങളും എല്ലാം പോകും, നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ് കേട്ടോ. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4 ഇൻഗ്രീഡിയൻസ് ആണ്. ആ 4 ഇൻഗ്രീഡിയൻസും അതിൽ നിർബന്ധമാണ്. ഒരെണ്ണം പോലും സ്കിപ്പ് ആക്കാതെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ.